എല്ലാവർക്കും കൂടി സ്വാഗതം. സ്ട്രക്ചറൽ ഡിസൈൻ 2 ലെക്ചർ സീരീസിലെ നമ്മുടെ ഇത് തേർഡ് വീഡിയോ ആണ്. നമ്മുടെ ഫസ്റ്റ് വീഡിയോ സെക്കൻഡ് വീഡിയോ ആയ റൂഫ് ട്രസ് ഡിസൈനും മേസൻ്റെ ഡിസൈനും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. നമ്മുടെ ആദ്യത്തെ രണ്ട് വീഡിയോയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നതെന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ല. നമ്മൾ കൺസെപ്റ്റ് വൈസ്, അതായത് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷന് ആവശ്യമുള്ള കണ്ടൻറ്റ് മാത്രം കോർത്തിണക്കിക്കൊണ്ടുള്ള വീഡിയോ ആണ് ഈ ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ലെറ്റ് സ്റ്റാർട്ട് അവർ സെഷൻ. നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 1 പോസിബിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. സോ നിങ്ങൾക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന, കോഡിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാവുന്നത് ഞാൻ ക്ലോസ് ഉൾപ്പെടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് മെയിൻലി കണക്ഷൻസ് ആണ്. അതായത് ബോൾഡഡ് കണക്ഷനെ കുറിച്ചും വെൽഡഡ് കണക്ഷനെ കുറിച്ചുമുള്ള ചോദ്യങ്ങളാണ് ഇതിൽ എക്സ്പെക്ട് ചെയ്യാവുന്നത്. സോ അതിനകത്തുള്ള പോസിബിൾ എ പാർട്ട് ക്വസ്റ്റ്യൻ, ബി പാർട്ട് ക്വസ്റ്റ്യൻ ആൻഡ് സി പാർട്ട് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്കായിട്ട് സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ മെറ്റീരിയൽ, ഈ സ്റ്റഡി മെറ്റീരിയൽ ഞാൻ നിങ്ങളുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതുന്നതായിരിക്കും. നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പാർട്ട് എയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതും ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഫിസിക്കൽ ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റീൽ. ഇത് IS പേജ് നമ്പറും ക്ലോസും ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ക്ലോസ് 2.2.4 പേജ് നമ്പർ 12 ഓഫ് IS 800. സോ ഞാനിത് നിങ്ങൾക്കായിട്ട് ജസ്റ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പേജ് നമ്പർ 12 ക്ലോസ് 2.2.4 ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസും കാണാം, അതുപോലെ തന്നെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസും കാണാം. സോ ഈ ചോദ്യം നിങ്ങൾക്ക് ബി പാർട്ടിലും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ ബി പാർട്ടിലാണെങ്കിൽ 6 മാർക്ക്, അല്ലെങ്കിൽ എ പാർട്ടിൽ ജസ്റ്റ് ലിസ്റ്റ് ചെയ്താൽ മതിയാവും. സോ നിങ്ങൾക്ക് എ പാർട്ടിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് ഡിഫൈൻ പിച്ച്, ഗേജ്, എഡ്ജ് ഡിസ്റ്റൻസ്, എൻഡ് ഡിസ്റ്റൻസ്. ഇതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും ചോദിക്കുന്നത്. സോ അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ കോഡിലെ പേജ് നമ്പർ 74 ക്ലോസ് 10.2.3.2 ആൻഡ് 10.2.4.1 ഞാൻ നിങ്ങൾക്കായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. സോ ഇതിനകത്ത് പിച്ച് എന്താണെന്ന് പറയുന്നുണ്ട്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് 2 adjacent fasteners in a line lying in a direction of the stress called pitch. ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് പഠിക്കാമെന്നുണ്ടെങ്കിൽ ഇത് പഠിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ കോഡിൽ നോക്കി എഴുതിയാൽ മതി. ഗേജിനായിട്ട് കറക്റ്റായിട്ട് ഡെഫിനേഷൻ എഴുതിയിട്ടില്ല. നിങ്ങൾക്ക് ഈ പിക്ചർ നോക്കിയാലും മനസ്സിലാവും. പിച്ച് എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് സ്ട്രെസ്സിൻ്റെ അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനുള്ള അഡ്ജസൻറ്റ് ലൈൻ 2 ബോൾട്ട് തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് പിച്ച് എന്ന് പറയുന്നത്. ഗേജ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ അടുത്തടുത്ത 2 ബോൾട്ടുകൾ തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ്. എഡ്ജ് ഡിസ്റ്റൻസും എൻഡ് ഡിസ്റ്റൻസും എന്താണെന്ന് ഇവിടെ കോഡിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നോക്കി എഴുതാം, അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയാം. എഡ്ജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എഡ്ജിൽ നിന്നും, ഇതാണ് എഡ്ജ്, എഡ്ജിൽ നിന്നും നിയറസ്റ്റ് ആയിട്ടുള്ള ബോൾട്ടിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസാണ് എഡ്ജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു പ്ലേറ്റിൻ്റെ എൻഡിൽ നിന്നും നിയറസ്റ്റ് ആയിട്ടുള്ള ബോൾട്ടിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസാണ്. ഇന്ന് ചോദിച്ചിട്ടുള്ളതാണ് മെത്തേഡ്സ് ഓഫ് കണക്ഷൻ ഓഫ് സ്റ്റീൽ മെമ്പേഴ്സ്. നിങ്ങൾക്കറിയാം റിവറ്റിംഗ്, ബോൾട്ടിംഗ് ആൻഡ് വെൽഡിംഗ്. അത് റിവറ്റിംഗ് ഇപ്പോൾ ഒബ്സൊലീറ്റ് മെത്തേഡാണ്. ബോൾട്ടിംഗ് ആൻഡ് വെൽഡിംഗ് 3 എഴുതാവുന്നതാണ് നിങ്ങൾക്ക്. നെക്സ്റ്റ് പാർട്ട് ബിയിൽ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് സ്റ്റീൽ സ്ട്രക്ചർ ഓവർ RCC എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഉണ്ട്. അതുപോലെ തന്നെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് വെൽഡഡ് കണക്ഷൻ ഓവർ ബോൾട്ടഡ് കണക്ഷൻ. ഇതിൽ ഒന്നെങ്കിൽ അഡ്വാൻറ്റേജസ് മാത്രമായിട്ട് ചോദിക്കാം. അഡ്വാൻറ്റേജസ് മാത്രം ചോദിക്കുകയാണെങ്കിൽ നിങ്ങളൊരു 6 അഡ്വാൻറ്റേജസ് പഠിച്ചു വെക്കുക. ചിലപ്പോൾ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ചോദിക്കുകയാണെങ്കിൽ 3 പോയിൻ്റ് വീതം അഡ്വാൻറ്റേജിലും ഡിസഡ്വാൻറ്റേജിലും നോക്കുക. സിമിലർ ഇതിൻ്റെ കേസിലും വരാം. സോ ഇതിൽ 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരെ എക്സ്പെക്ട് ചെയ്യാം. സോ ഇപ്പോൾ ഒരു 12 മാർക്ക് വരെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ബി പാർട്ടിൽ സി പാർട്ടിലുമായിട്ടും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനാണ് കോമൺ റോൾഡ് സ്റ്റീൽ സെക്ഷൻസ്, സ്റ്റീൽ സ്ട്രക്ചറിൽ യൂസ് ചെയ്യുന്ന കോമൺ റോൾഡ് സ്റ്റീൽ സെക്ഷനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാനായിട്ട്. സോ ഇത് പാർട്ട് ബിയിൽ ചോദിക്കുന്നതാണ്. സോ ഇതിൽ നിങ്ങൾ കുറച്ച് ഇത് തന്നിട്ടുണ്ട്. ആൻഡ് ഇതിനകത്ത് പേജ് നമ്പർ 19 ഓഫ് IS 800 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഫിഗേഴ്സ് അവൈലബിൾ ആയിരിക്കും. സോ ഇതിനകത്ത് തന്നെ ഉണ്ട് റോൾഡ് സ്റ്റീൽ ബീം സെക്ഷൻ ആൻഡ് കോളം സെക്ഷനായിട്ട് യൂസ് ചെയ്യാം. ബീം സെക്ഷൻ, ചാനൽ സെക്ഷൻ, റെക്ടാങ്കുലർ ഹോളോ സെക്ഷൻ, സർക്കുലർ ഹോളോ സെക്ഷൻ, ആംഗുലർ T സെക്ഷൻ. ഇത്രയൊക്കെ ഇതെല്ലാം റോൾഡ് സ്റ്റീൽ സെക്ഷനാണ്. ഇത് കുറച്ചുകൂടെ എക്സാമ്പിൾ നിങ്ങൾക്ക് പഠിച്ചു വെക്കാമെങ്കിൽ പഠിച്ചു വെക്കുക. അടുത്തായി ചോദിച്ചു കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലോഡ്സ് ആൻഡ് ലോഡ് കോമ്പിനേഷൻ യൂസ്ഡ് ഇൻ സ്റ്റീൽ സ്ട്രക്ചേഴ്സ്. സോ അതിനായിട്ട് നിങ്ങളുടെ കോഡിൽ തന്നെ ഉണ്ട്, ഞാനിവിടെ പറയുന്നുണ്ട്. പേജ് നമ്പർ ഡിഫറെൻറ്റ് ലോഡ്സ് എന്ന് പറയുന്നത് പേജ് നമ്പർ 15 ക്ലോസ് 3.2 ആൻഡ് ലോഡ് കോമ്പിനേഷൻ പേജ് നമ്പർ 16 ആൻഡ് ക്ലോസ് 3.5 ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലോഡ്സ് യൂസ്ഡ് ഇൻ സ്റ്റീൽ സ്ട്രക്ചറിൽ. ഡെഡ് ലോഡ്, ഇമ്പോസ് ലോഡ്, വിൻ ലോഡ്, അങ്ങനെ പറഞ്ഞ ലോഡ്സ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പേജ് നമ്പർ 16 ക്ലോസ് 3.5 നിങ്ങൾക്ക് ലോഡ് കോമ്പിനേഷൻസ്, ഡിഫറെൻറ്റ് ലോഡ് കോമ്പിനേഷൻസിനെ കുറിച്ചും ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഇത് എഴുതി വെച്ചാൽ മതിയാവും നിങ്ങളുടെ ആ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് ഡിസൈൻ ഫിലോസഫി ഇൻ സ്റ്റീൽ സ്ട്രക്ചർ. സോ ഇതിനായിട്ട് ഞാനൊരു ഡിസ്ക്രിപ്ഷൻ, ഇത് നിങ്ങളുടെ സോൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് സ്നിപ്പ് ചെയ്തതാണ്. സോ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഡിസൈൻ ഫിലോസഫി എന്ന് പറയുന്നത് ഡിസൈൻ്റെ നീഡും ബേസിക് ഡിസൈൻ ഫിലോസഫിയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വർക്കിംഗ് സ്ട്രെസ്സിൽ, അൾട്ടിമേറ്റ് ഡിസൈൻ ലോഡ് മെത്തേഡ്, ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് എന്നിവയാണ്.
സോ ഇത് ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ മാത്രം മതി. ഇത് ബി പാർട്ടിൽ നിങ്ങൾക്ക് 6 മാർക്കിന് ചോദിക്കാം. പാർട്ട് സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രധാനമായിട്ട് 2 ചോദ്യങ്ങളാണ് നിങ്ങളുടെ പ്രോബ്ലമാറ്റിക്കായിട്ട് ചോദിക്കാറുള്ളത്. ഒന്നെന്ന് പറയുന്നത് ബോൾട്ടിൻ്റെ കണക്ഷനെ കുറിച്ചും അതുപോലെ തന്നെ വെൽഡിൻ്റെ കണക്ഷനെ കുറിച്ചും. സോ ബോൾട്ടിൻ്റെ ആദ്യം നമുക്ക് നോക്കാം. ബോൾട്ടിൻ്റെ എങ്ങനെയുള്ള പോസിബിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് വരുമെന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് two plates of 16 mm thickness are to be lap jointed using M20 bolts of grade 4.6. Determine the bolt value if Fe415 steel plate are used. സോ നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് കറക്റ്റായിട്ടുള്ള ഡേറ്റാസ് ആദ്യം മാർക്ക് ചെയ്യുക. 2 സ്റ്റീൽ പ്ലേറ്റ് ഉണ്ട്, അതിൽ 16 mm തിക്നെസ് ആണ് സ്റ്റീൽ പ്ലേറ്റിൻ്റെ തിക്നെസ്. ആ ടു ബി ലാബ് ജോയിൻറ്റഡ് യൂസിങ് M20 ബോൾട്ട്. ഈ M20 എന്ന് പറയുന്നത് നിങ്ങളെ കോൺക്രീറ്റിലെ പോലെ മിക്സ് 20 എന്നല്ല മീനിങ്. ഇത് ബോൾട്ടിൻ്റെ ഡയമീറ്ററാണ് ഈ M20 എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. സോ M20 ഡയമീറ്റർ ഓഫ് ദ ബോൾട്ട് എന്ന് പറയുന്നത് 20 mm ആണ്. ഗ്രേഡ് 4.6 ബോൾട്ടിൻ്റെ ഗ്രേഡാണ് തന്നിരിക്കുന്നത്. 4.6 ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്തിനെയും അതുപോലെ ഈൽഡ് സ്ട്രെങ്ത്തിനെയും ഡിമാർക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് തന്നിരിക്കുന്നത്. അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് ദി ബോൾട്ട് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4.6ലെ ഫസ്റ്റ് ഡിജിറ്റായ 4×100 ആയിരിക്കും നിങ്ങളുടെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് ദി ബോൾട്ട്. FUB എന്ന് പറയും, Newton/mm². അതുപോലെ ഈ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് വാല്യൂ ഇൻറ്റു സെക്കൻഡ് 0.6 മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈൽഡ് സ്ട്രെങ്ത് കിട്ടും. പക്ഷേ ഈൽഡ് സ്ട്രെങ്ത് ഇവിടെ ആവശ്യമില്ല. സോ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് ദി ബോൾട്ട് എന്ന് പറയുന്നത് 4×100 ആയിരിക്കും, 400 ആയിരിക്കും ഇതിൻ്റെ കേസിൽ. സോ തിക്നെസ് എന്ന് പറയുന്നത് പ്ലേറ്റിൻ്റെ തിക്നെസ് ആണ് തന്നിരിക്കുന്നത്. FU എന്ന് പറയുന്നത് പ്ലേറ്റിൻ്റെ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. സോ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഡേറ്റാസ് കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക. നമുക്കറിയാം ഒരു ബോൾട്ടിൻ്റെ കേസിൽ എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബോൾട്ട് വാല്യൂ കണ്ടുപിടിക്കാനാണ്. ബോൾട്ട് വാല്യൂ അല്ലെന്നുണ്ടെങ്കിൽ ഡിസൈൻ കപ്പാസിറ്റി ഓഫ് ദി ബോൾട്ട് എന്നാണ് അതിൻ്റെ മീനിങ്. സോ അതിനായിട്ട് നമ്മൾ റെഫർ ചെയ്യുന്ന സെക്ഷൻ എന്ന് പറയുന്നത് കോഡിൻ്റെ സെക്ഷൻ 10 ആണ് കണക്ഷൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ആ കണക്ഷൻസ് എന്ന് പറയുന്ന പോർഷനിലാണ് നമുക്ക് ബോൾട്ടിൻ്റെയും വെൽഡിൻ്റെയും പോർഷൻ വരുന്നത്. ഓക്കെ, അതിൽ തന്നെ പേജ് 75 ഓഫ് IS 800-ലാണ് ബോൾട്ടഡ് കണക്ഷൻ്റെ ബോൾട്ട് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള പ്രൊവിഷൻ പറയുന്നത്. സോ അതിനായിട്ട് ബോൾട്ടിനെ സംബന്ധിച്ചിടത്തോളം 2 സ്ട്രെങ്ത് ആണ് മേജറായിട്ടുള്ളത്. ഒന്ന് ഷിയർ കപ്പാസിറ്റി, 2 ബിയറിംഗ് കപ്പാസിറ്റി. സോ ഇതിൽ ഏത് വാല്യൂ ആണ്, ഷിയർ കപ്പാസിറ്റി ആണോ ബിയറിംഗ് കപ്പാസിറ്റി ആണോ ലോവർ, ആ വാല്യൂ ആയിരിക്കും നമ്മൾ ഡിസൈൻ കപ്പാസിറ്റി ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. സോ അതിനായിട്ട് നമുക്ക് ഷിയർ കപ്പാസിറ്റി ഓഫ് ദ ബോൾട്ട് കണ്ടുപിടിക്കാനായിട്ട് ക്ലോസ് 10.3.3 ഒരു പ്രൊവിഷൻ ഉണ്ട്. അതാണ് ഞാനിവിടെ സ്ലിപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ബിയറിംഗ് കപ്പാസിറ്റിയുടെ ഒരു പ്രൊവിഷനും ഉണ്ട്. നിങ്ങൾ കോഡ് നോക്കി തന്നെ ഇത് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കോഡ് വെച്ചിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കുക. സോ നെക്സ്റ്റ് അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈൻ ഷിയർ കപ്പാസിറ്റി എന്ന് പറയുന്നത് നോർമൽ ഷിയർ കപ്പാസിറ്റി ഡിവൈഡ് ബൈ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറാണ്. നോർമൽ ഷിയർ കപ്പാസിറ്റി എന്ന് പറയുന്നത് FU/√3 × NN × ANB + NS × ASB എന്നാണ് കോഡ് തന്നിരിക്കുന്നത്. ഇതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഇവിടെ FUB ആണ്, FUB ആണെന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്തുകൊള്ളുക. അതായിരിക്കും FUB/√3 × NN. NN എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട് നമ്പർ ഓഫ് ഷിയർ പ്ലെയിൻ അറ്റ് ദി ലെവൽ ഓഫ് ത്രെഡ് ആണ്. ത്രെഡിൻ്റെ ലെവലിൽ വരുന്ന ഷിയർ പ്ലെയിൻ ആണ് NN എന്ന് പറയുന്നത്. അതുപോലെ NS എന്ന് പറയുന്നത് ഷാങ്കിൻ്റെ പോർഷനിൽ വരുന്ന ഷിയർ പ്ലെയിൻ ആണ്. അതുപോലെ ANB എന്ന് പറയുന്നത് നെറ്റ് ഏരിയയും അതുപോലെ നെറ്റ് ഏരിയ അറ്റ് ദ ത്രെഡഡ് പോർഷൻ ആൻഡ് ASB എന്ന് പറയുന്നത് ഷാങ്ക് ഏരിയ ആണ്. സോ ANB എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കോഡിൽ അത് പറയുന്നില്ല എങ്കിൽ നോട്ട് ചെയ്തുകൊള്ളുക. 0.78 ടൈംസ് ASB ആയിരിക്കും. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ബോൾട്ട് 20 ഡയമീറ്റർ ബോൾട്ട് ആണെങ്കിൽ 0.78 ടൈംസ് π/4d² ANB എന്ന് പറയുന്നത്. സോ അങ്ങനെ നമുക്ക് ANB കണ്ടുപിടിക്കാം. സോ ഇത് നമ്മളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഞാനത് നിങ്ങളുടെ സോൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് എടുത്തതാണ്. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കഴിഞ്ഞാൽ ഡിസൈൻ ഷിയർ കപ്പാസിറ്റി ഓഫ് ദി ബോൾട്ടാണ് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് ക്ലോസ് നോക്കിയിട്ട് നിങ്ങൾ ഇക്വേഷൻ എഴുതുക. അതിനുശേഷം നിങ്ങളുടെ ഡിസൈൻ ഷിയർ കപ്പാസിറ്റി, ആദ്യം നോർമൽ ഷിയർ കപ്പാസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ FUB ആണ് ഇവിടെ ഞാൻ ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ സോൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും റോങ് ആയിട്ടാണ് 410 എന്നാണ് നോട്ട് ചെയ്തിരിക്കുന്നത്. അത് 400 ആണ്. അത് ഞാൻ കറക്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ സോൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റാൻ പാടില്ല. ഇങ്ങനെ 400 തന്നെ യൂസ് ചെയ്യുക. സോ FUB/√3 × NN × ANB + NS × ASB. നമുക്കറിയാം ഇതൊരു ലാബ് ജോയിൻ്റ് ആണ്. അതായത് 2 പ്ലേറ്റേ ഉള്ളൂ. ആ 2 പ്ലേറ്റിനെ ബോൾട്ട് വെച്ച് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ ആകുമ്പോൾ ആകെ ഒരു ഷിയർ പ്ലെയിനേ ഉണ്ടാവുന്നുള്ളൂ. ആ ഷിയർ പ്ലെയിൻ നമ്മൾ ഉണ്ടാവുന്നത് ത്രെഡിലാണെന്ന് അസ്യൂം ചെയ്യുന്നു. കാരണം ത്രെഡിലെ ഏരിയ കുറവായതുകൊണ്ട് മോസ്റ്റ്ലി അവിടെ ആയിരിക്കാം ചാൻസ് ഉണ്ടാവുന്നത്. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഡിസൈൻ സ്ട്രെങ്ത്ത് ഇത്തിരി കുറച്ച് കിട്ടും. സോ നമ്മുടെ യൂഷ്വൽ ഡിസൈൻ്റെ ഒരു പ്രിൻസിപ്പിളാണ് നമ്മുടെ ഡിസൈൻ സ്ട്രെങ്ത്തിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ പോസിബിൾ ലോഡിനെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളത്. ആ ഒരു കൺസെപ്റ്റിൻ്റെ ഇതിലായിട്ടാണ് നമ്മൾ NN എന്ന് പറയുന്നത് 1 ആയിട്ട് എടുക്കുകയും NS എന്ന് പറയുന്നത് 0 ആയിട്ട് എടുക്കുകയും ചെയ്യുന്നത്. നമ്മൾ ആകെ ഉണ്ടാകുന്ന ഷിയർ പ്ലെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ത്രെഡിലാണെന്ന് തന്നെ അസ്യൂം ചെയ്യുന്നു. സോ അതുകൊണ്ട് NN = 1 × ANB, NS എന്ന് പറയുന്നത് 0 ആവും. സോ അതുകൊണ്ട് ഈ പോർഷൻ മൊത്തത്തിൽ 0 ആയിട്ട് പോകും. സോ
എൻ എന്ന് പറയുന്നത് 1 ഇൻറ്റു എ എൻ ബി എന്ന് പറയുന്നത് π/4 ഇൻറ്റു d² ഇൻറ്റു 0.78. സോ ആ വാല്യൂ വർക്കൗട്ട് ചെയ്ത് ഇവിടെ കൊടുക്കുക. സോ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ഇത്തിരി കൂടി കുറവായിരിക്കും. 410 ആണ് ഇവിടെ, അതിന് പകരം 400 ആണ് വരുന്നത്. സോ ഡിസൈൻ ഷിയർ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഈ വാല്യൂ നോമിനൽ ഷിയർ കപ്പാസിറ്റി ഡിവൈഡ് ബൈ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ബോൾട്ട് എന്ന് പറയുന്നത് 1.25 തന്നെ ആയിരിക്കും. സോ ആ വാല്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിസൈൻ ഷിയർ കപ്പാസിറ്റി കിട്ടും. നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബോൾട്ട് കണ്ടുപിടിക്കണം. കോഡിൽ ക്ലോസ് 10.3.4 ഉണ്ട്. അതിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് പ്രൊസീജിയർ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട്. സോ ഡിസൈൻ ഷിയർ കപ്പാസിറ്റി എന്ന് പറയുന്നത് നോമിനൽ കപ്പാസിറ്റി ബിയറിംഗ് കപ്പാസിറ്റി ഡിവൈഡ് ബൈ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ആണ്. നോമിനൽ ബിയറിംഗ് കപ്പാസിറ്റി 2.5 kb dt ഇൻറ്റു FU എന്നാണ് കണ്ടുപിടിക്കുന്നത്. സോ അതിനകത്ത് KB എന്ന് പറയുന്നത് സ്മോളർ ഓഫ് E/3d0, P/3d0 മൈനസ് 0.25 FUB/FU അല്ലെങ്കിൽ 1. സോ ഈ കേസിൽ നമുക്ക് എൻഡ് ഡിസ്റ്റൻസോ എഡ്ജ് ഡിസ്റ്റൻസോ അല്ലെങ്കിൽ പിച്ചിനെ കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ കോഡിലുള്ള മിനിമം വാല്യൂസ് അഡോപ്റ്റ് ചെയ്യണം. സോ കോഡിലെ എൻഡ് ഡിസ്റ്റൻസിനുള്ള മിനിമം വാല്യൂ പറയുന്നത് 1.5 d0യും പിച്ചിൻ്റെ കാര്യത്തിൽ 2.5 d ആണ്. 2.5 ടൈംസ് ദ ഡയമീറ്റർ ആണ് പിച്ചിനെ കുറിച്ച് പറയുന്നത്. അതുപോലെ എഡ്ജ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എൻഡ് ഡിസ്റ്റൻസിനെ കുറിച്ച് പറയുന്നത് 1.5 d0 എന്ന് പറഞ്ഞാൽ. സോ d0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെയാണ് d0 എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നത്. ഇപ്പം 16-22 mm ഡയമീറ്റർ ഇടയ്ക്കാണ്. സോ അങ്ങനെ ആകുമ്പം ആ ഡയമീറ്ററിൻ്റെ കൂടെ ഒരു +2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡ് ക്ലിയറൻസ് വിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ d0 കിട്ടും, അതായത് ഡയമീറ്റർ ഓഫ് ദി ബോൾട്ട് ഹോൾ. സോ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ E/3d0 കണ്ടുപിടിക്കുന്നു, P/3d0 മൈനസ് 0.25 കണ്ടുപിടിക്കുന്നു, FUB/FU കണ്ടുപിടിക്കുന്നു, ആൻഡ് 1. ഇതിൽ വർക്കൗട്ട് ചെയ്ത മിനിമം വാല്യൂ, ഇതിലെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും നിങ്ങളുടെ KB എന്ന് പറയുന്നത്. അത് മൾട്ടിപ്ലൈഡ് ബൈ D എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദി ബോൾട്ട് ഇൻറ്റു T എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ദി പ്ലേറ്റ് ഇൻറ്റു FU എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ദി പ്ലേറ്റ് ആണ്. സോ ഈ വർക്കൗട്ട് ചെയ്തിരിക്കുന്ന വാല്യൂവിൽ നിന്ന് സ്ലൈറ്റായിട്ട് വ്യത്യാസം വരും. ഇതിനകത്ത് E എന്ന് പറയുന്നത് ഇവിടെ വർക്കൗട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് 30 ആണ്, അതായത് എടുത്തിരിക്കുന്നത് 1.5 D ആണ് എടുത്തിരിക്കുന്നത്. അത് കറക്റ്റ് ചെയ്യണം. നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും 1.5 d0 ആണ് എടുക്കേണ്ടത്. ഒരു 33 വരും, സ്മോൾ എററേ വരുന്നുള്ളൂ, അത് കറക്റ്റ് ചെയ്തോളുക. അതുപോലെ P എന്ന് പറയുന്നത് 2.5 D ആണ്. സോ അത് കറക്റ്റാണ്. അത് വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യുക, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നിങ്ങൾക്ക് ഇങ്ങനെ 2 ഡിസൈൻ വാല്യൂസ് കിട്ടും, അതായത് ഡിസൈൻ കപ്പാസിറ്റി ഇൻ ഷിയറും കിട്ടും, അതുപോലെ ബിയറിംഗ് കിട്ടും. സോ ഈ 2 വാല്യൂവിലെ മിനിമം വാല്യൂ ആയിരിക്കും നിങ്ങളുടെ ഡിസൈൻ കപ്പാസിറ്റി ഓഫ് ദ ബോൾട്ട് അല്ലെങ്കിൽ ബോൾട്ട് വാല്യൂ എന്ന് പറയുന്നത്. ബോൾട്ടഡ് കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ചോദ്യമാണ് ചോദിക്കാൻ കൂടുതൽ ചാൻസ്. അതായത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബി പാർട്ടിൽ ഷിയർ കപ്പാസിറ്റി മാത്രം കണ്ടുപിടിക്കാനായിട്ടൊരു ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ സി പാർട്ടിലെ ബോൾട്ട് വാല്യൂ കണ്ടുപിടിക്കാനായിട്ടൊരു ക്വസ്റ്റ്യൻ വരാം. സോ അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. സോ ഇതിലെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാം. സോ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനുമായിട്ട് ഇതിനുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് എ ജോയിൻറ്റ്, ബോൾട്ടഡ് ജോയിൻ്റെ ഡിസൈൻ സ്ട്രെങ്ത് കണ്ടുപിടിക്കാനാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമ്മുടെ പ്ലേറ്റിൻ്റെ വിഡ്ത്തും അതുപോലെ തിക്നെസ് തന്നിട്ടുണ്ട്. സോ 180/20 mm ആണ് പ്ലേറ്റിൻ്റെ ഡയമെൻഷൻസ്. 180 എന്ന് പറയുന്നത് ടോട്ടൽ വിഡ്ത്താണ്, അതുപോലെ 20 എന്ന് പറയുന്നത് തിക്നെസ് ആണ്. അങ്ങനെ 2 പ്ലേറ്റ് തമ്മിൽ ലാബ് ജോയിൻറ്റ് വഴി കണക്ട് ചെയ്തിട്ടുണ്ട് ബൈ യൂസിങ് 6 numbers of 20 mm ഡയമീറ്റർ ബോൾട്ട്. സോ ഈ ഫിഗർ നിങ്ങൾക്ക് തന്നിട്ടില്ല, ഫിഗർ നിങ്ങൾ തന്നെ ഇത് വരയ്ക്കേണ്ടതാണ്. ജസ്റ്റ് എളുപ്പം മനസ്സിലാകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് തന്നേ ഉള്ളൂ, നിങ്ങൾ തന്നെ അത് വർക്കൗട്ട് ചെയ്യണം. സോ അതിനായിട്ട് 6 balls, 6 20 mm diameter balls of grade 4.6 തന്നിട്ടുണ്ട്. Determine the strength of the joint if the pitch of the bolt is 60 mm and the edge distance 30 mm തന്നിട്ടുണ്ട്. സോ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം 60 ആയിട്ട്. സോ 120 പ്ലസ് ലാസ്റ്റ് 60, അപ്പോൾ 180 ആയി ടോട്ടൽ. സോ എഡ്ജ് ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാം. സോ പിച്ച് എന്ന് പറയുന്നത് 60 ആയിട്ട് എടുക്കുന്നു. സോ മറ്റേ ക്വസ്റ്റ്യൻ പോലെ തന്നെ നിങ്ങൾ ഡേറ്റാസ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക, ഓരോ ഡേറ്റയും. സോ ഇതിനകത്ത് 4.6 ബേസ് ചെയ്തിട്ട് FUB എന്ന് പറയുന്നത് നിങ്ങളുടെ 400 ആയിരിക്കും. ഇതിനകത്ത് FU എന്ന് പറയുന്നത് 410 ആയിരിക്കും. അതാണ് പ്ലേറ്റിൻ്റെ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്. സോ ഈ ക്വസ്റ്റിനകത്ത് ആകെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നിങ്ങൾ നോർമൽ ചെയ്യുന്നത് പോലെ തന്നെ ഫസ്റ്റ് ഡിസൈൻ ഷിയർ കപ്പാസിറ്റി കണ്ടുപിടിക്കുക ഈ പ്രൊവിഷൻ വെച്ചിട്ട്, രണ്ടാമത്തെ പ്രൊവിഷൻ വെച്ചിട്ട് ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കുക. സോ ഇതിനകത്ത് എഡ്ജ് ഡിസ്റ്റൻസിൻ്റെയും പിയുടെയൊക്കെ പിച്ചിൻ്റെയൊക്കെ വാല്യൂ നിങ്ങൾക്ക് ഈ വാല്യൂ തന്നെ കൊടുക്കാം. പിച്ചിൻ്റെ വാല്യൂ 60 തന്നെ കൊടുക്കുക, എഡ്ജ് ഡിസ്റ്റൻസിൻ്റെ വാല്യൂ 30 കൊടുക്കുക. സോ ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ ഷിയർ കപ്പാസിറ്റിയും ബിയറിംഗ് കപ്പാസിറ്റിയും കണ്ടുപിടിക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു ഫാക്ടർ കൂടെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു ക്വസ്റ്റിനകത്ത്. സോ ഒരു ജോയിൻറ്റിൻ്റെ പ്രോബ്ലം വരുവാണെന്നുണ്ടെങ്കിൽ ജോയിൻറ്റിനെ ഗവേൺ ചെയ്യുന്ന സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒന്ന് ബോൾട്ട് ഗവേൺ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ പ്ലേറ്റ് ഗവേൺ ചെയ്യാം. ഈ ഒരു സെക്ഷനിൽ പ്ലേറ്റ് ഫെയിൽ ചെയ്താലും ജോയിൻറ്റ് ഫെയിലാവും, അതുപോലെ തന്നെ ബോൾട്ട് ഫെയിലായാലും ഈ ജോയിൻറ്റ് ഫെയിലാവും. സോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ പ്ലേറ്റിൻ്റെ സ്ട്രെങ്ത്ത് കൂടെ ഈ ഒരു സെക്ഷനിൽ ചെക്ക് ചെയ്യണം.
സോ അതിനായിട്ട് അഡീഷണൽ ആയിട്ട് പേജ് നമ്പർ 32-ലെ ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു റപ്ചർ ഓഫ് ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്ന പ്രൊവിഷനൂടെ യൂസ് ചെയ്യേണ്ടി വരും. സോ അപ്പോൾ അതിനായിട്ട് ആ ഒരു പ്രൊവിഷൻ മാത്രം ഞാൻ ഇതിനകത്തൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സ്ട്രെങ്ത് ഓഫ് ദി ജോയിൻറ്റ് ബേസ്ഡ് അപ്പോൺ റപ്ചർ, അതായത് ഒരു പർട്ടിക്കുലർ ഈ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്ലേറ്റിൻ്റെ സ്ട്രെങ്ത് ഒന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. സോ അതിനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇങ്ങനെയായിരിക്കും. TDN = 0.9 AN × FU ഡിവൈഡ് ബൈ ഗാമ MN. AN എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സെക്ഷൻ എടുക്കുക, ആ സെക്ഷൻ്റെ ക്രിട്ടിക്കൽ ഏരിയ ആയിരിക്കും. സോ അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. B - NDH പ്ലസ് ഈ ഒരു പ്രൊവിഷൻ വരുന്നതെന്ന് പറയുന്നത് പിച്ച് സ്റ്റാഗേർഡ് ആകുമ്പോൾ, ഈ ഒരു പ്രൊവിഷൻ വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു പോർഷൻ യൂസ് ചെയ്യുന്നത്. ബോൾട്ട് എല്ലാം സ്ട്രെയിറ്റ് ലൈനിലാണെങ്കിൽ ഈ ഒരു പ്രൊവിഷൻ മൊത്തത്തിൽ ഇല്ലാതാവും. സോ ആകെയുള്ളത് B - NDH × തിക്നെസ്, ഇങ്ങനൊരു പ്രൊവിഷൻ മാത്രമായിരിക്കും. B എന്ന് പറയുന്നത് 180 ആണ്. സോ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇത് നോക്കി എഴുതാവുന്നേ ഉള്ളൂ. B - ND0 × T. സോ B എന്ന് പറയുന്നത് 180 ആണ്, മൈനസ് 3 ബോൾട്ട് ഉണ്ട്. സോ N എന്ന് പറയുന്ന നമ്പർ ഓഫ് ബോൾട്ടാണ്. D0 എന്ന് പറയുന്ന ബോൾട്ട് ഹോളിൻ്റെ ഡയമീറ്റർ ആണ്. 3 × 22 × 20 ആണ് തിക്നെസ് ഓഫ് ദി പ്ലേറ്റ്. സോ അത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പ്ലേറ്റിൻ്റെ ഡിസൈൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 2280. ഓൾവേസ് പ്ലേറ്റിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഹയർ ആയിരിക്കും. സോ അങ്ങനെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഷിയർ കപ്പാസിറ്റി കണ്ടുപിടിക്കണം, ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദി പ്ലേറ്റിംഗ് കണ്ടുപിടിക്കണം. സോ ഈ 3 വാല്യൂവിലെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും നിങ്ങളുടെ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദി ജോയിൻ്റ് എന്ന് പറയുന്നത്. സോ അത്ര മാത്രമേ ഇതിനകത്തൊരു ഡിഫറൻസ് ആയിട്ടുള്ളൂ. ഈ 2 പ്രോബ്ലമാണ് നിങ്ങളുടെ ബോൾട്ടഡ് കണക്ഷനിൽ മോസ്റ്റ്ലി വരുന്നത്. സോ ഈ 2 പ്രോബ്ലം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവറായിട്ട് ബോൾട്ടഡ് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സോ ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് വെൽഡിൻ്റെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ആണ്. സോ വെൽഡഡ് കണക്ഷനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നത് IS 800-ൻ്റെ പേജ് നമ്പർ 78 മുതലാണ് നിങ്ങളുടെ വെൽഡിനെ കുറിച്ചുള്ള പേജ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ അതെടുത്ത് വെച്ച് വായിച്ച് നോക്കുക. സോ അതിനുശേഷം നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിലോട്ട് കിടക്കാം. പ്രോബ്ലം എന്ന് പറയുന്നത് സിമ്പിൾ പ്രോബ്ലമാണ്. കാൽക്കുലേറ്റ് ദ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് വെൽഡ് ജോയിൻ. ഇഫ് ദ സൈസ് ഓഫ് ദി വെൽഡ് ഈസ് 6 mm ആൻഡ് ഇറ്റ്സ് ലെങ്ത് ഈസ് 240 mm, അൾട്ടിമേറ്റ് സ്ട്രെസ് ഇൻ ദ വെൽഡ് ഈസ് 410 MPa. അസ്യൂം ദി കണ്ടീഷൻ ആർ മെയ്ഡ് ഇൻ വർക്ക്ഷോപ്പ്. സോ ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾ ആദ്യം അതിൻ്റെ ഡേറ്റാസ് ഓരോന്നായിട്ട് ലിസ്റ്റ് ചെയ്ത് നോക്കുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സൈസ് ഓഫ് ദി വെൽഡ് 6 mm എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലെങ്ത് ഓഫ് ദി വെൽഡ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 240 mm. മൂന്നാമത്തെ വാല്യൂ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് സ്ട്രെസ് യു. ഇതെന്ന് പറയുന്നത് ഒന്നെങ്കിൽ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ദി പ്ലേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വെൽഡ് ആയിരിക്കാം. ഇതിന് ലോവർ വാല്യൂ ആയിരിക്കും നമ്മൾ അൾട്ടിമേറ്റ് സ്ട്രെസ് ആയിട്ട് നമ്മളിവിടെ അഡോപ്റ്റ് ചെയ്യണത്. വെൽഡിൻ്റെ കേസിൽ FU എന്ന് പറയുന്നത് ലോവർ വാല്യൂ ഓഫ്, നിങ്ങളിവിടെ കോഡിൽ ക്ലിയർ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പേജ് നമ്പർ 79 ആണ് നമ്മൾ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദി വെൽഡ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നത്. അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷനകത്ത് FU എന്ന് പറയുന്നത് സ്മോളർ വൺ ഓഫ് ദി അൾട്ടിമേറ്റ് സ്ട്രെസ് ഓഫ് ദി വെൽഡ് ഓർ ദി പേരൻറ്റ് മെറ്റൽ. സോ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇവിടെ തന്നിട്ടുണ്ട് 410 എന്ന് പറയുന്നത്. സോ 410 ആണ് സ്ട്രെസ് ഇൻ ദ വെൽഡ്. അതുപോലെ തന്നെ പ്ലേറ്റ് യൂസ് ചെയ്യുന്നതും 410 ആയിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 410 തന്നെ ആയിരിക്കും വരുന്നത്. സോ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ത്രോട്ട് തിക്നെസ് കണ്ടുപിടിക്കണം. ത്രോട്ട് തിക്നെസ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആകുമ്പോൾ 0.7, 60 to 90 ഡിഗ്രിക്ക് ത്രോട്ട് തിക്നെസ് കണ്ടുപിടിക്കാനായിട്ടുള്ള കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് കെയുടെ വാല്യൂ 0.7 ആണ്. സോ 0.7 ഇൻറ്റു സൈസ് ഓഫ് ദി വെൽഡ് ചെയ്യുമ്പോൾ നമുക്ക് ത്രോട്ട് തിക്നെസ് കിട്ടും. ഈ ത്രോട്ട് തിക്നെസ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് വർക്ക്ഷോപ്പ് കണ്ടീഷനാണ്. വർക്ക്ഷോപ്പ് കണ്ടീഷനിൽ നമ്മുടെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് പേജ് നമ്പർ 30 ആണ് നമുക്ക് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ തരുന്നത്. സോ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ ദി വെൽഡ് നമ്മൾ ഓൾറെഡി ഡിസ്ക്രൈബ് ചെയ്തായിരുന്നു. ബോൾട്ടിൻ്റെ കേസിൽ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ എന്ന് പറയുന്നത് 1.25 ഫോർ ഷോ ഫാബ്രിക്കേഷൻ ആൻഡ് ഫീൽഡ് ഫാബ്രിക്കേഷൻ. ബട്ട് ഇൻ ദ കേസ് ഓഫ് വെൽഡ്, ഷോ ഫാബ്രിക്കേഷൻ്റെ കേസിൽ 1.25ഉം ഫീൽഡ് ഫാബ്രിക്കേഷൻ്റെ കേസിൽ 1.5ഉമാണ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ. ഫീൽഡ് ഫാബ്രിക്കേഷനിൽ നമ്മൾ ക്വാളിറ്റി അത്ര ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഹയർ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ യൂസ് ചെയ്യുന്നത്. കമ്മിങ് ബാക്ക് ടു അവർ പ്രോബ്ലം, ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദി വെൽഡ് എന്ന് പറയുന്നത് നമുക്കിവിടെ അറിയാം. നമ്മുടെ പേജ് നമ്പർ 79 കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നോമിനൽ സ്ട്രെങ്ത് ഡിവൈഡ് ബൈ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറാണ്. നോമിനൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് FU ബൈ, ഇത് നോമിനൽ സ്ട്രെസ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം നോക്കി. ഡിസൈൻ ഫില്ലറ്റ് വെൽഡിൽ ബേസ്ഡ് അപ്പോൺ ത്രോട്ട് ഏരിയ ആൻഡ് ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് എ ഫില്ലറ്റ് വെൽഡ്. സോ ഈ വാല്യൂ എന്ന് പറയുന്നത് Nm/mm². സോ ഈ വാല്യൂ എന്ന് പറയുന്നത് സ്ട്രെസ്സാണ് കിട്ടുന്നത്. സോ FU/√3 എന്ന് പറയുന്നത് ആ വാല്യൂ ആണ്. ഇതേ മൾട്ടിപ്ലൈഡ് ബൈ ഏരിയ ആണ് നമ്മുടെ ഡിസൈൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇൻ കിലോന്യൂട്ടൺ. ആ വാല്യൂ FU/√3 ഇൻറ്റു γW എന്ന് പറയുന്ന വാല്യൂ മൾട്ടിപ്ലൈഡ് ബൈ ലെങ്ത് ഓഫ് ദി വെൽഡ് ഇൻറ്റു ത്രോട്ട് തിക്നെസ് ആണ് നമ്മുടെ ഡിസൈൻ സ്ട്രെങ്ത് ഇൻ കിലോന്യൂട്ടൺ കിട്ടണത്. സോ അതിനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. FU എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 410,
അതുപോലെ തന്നെ √3 ഗാമ ഡബ്ല്യു 1.25, ലെങ്ത് ഓഫ് ദി വെൽഡ് മൾട്ടിപ്ലൈഡ് ബൈ റോഡ് തിക്നെസ് 4.2. സോ ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. എല്ലാവരും പഠിക്കാൻ നിങ്ങൾക്ക് ബി പാർട്ടിലും ചിലപ്പോൾ ഈ പ്രോബ്ലം കിട്ടാറുണ്ട്. നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഡിസൈൻ എ suitable lodged on a fillet weld to connect FE 410 grade plates of size 120 by 8 mm to 150 by 10 mm to transmit a pull equal to full strength of the small plate. Assume the welding is to be done in workshop. So question പ്രോപ്പറായിട്ടൊന്ന് വായിച്ചിട്ട് ആദ്യം ഡേറ്റാസ് നമുക്ക് പിക്ക് ചെയ്ത് നോക്കാം. സോ അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് പ്ലേറ്റിൻ്റെയും അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 410 ഗ്രേഡാണ്, 410 ആണ്, 410 Nm² ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് പ്ലേറ്റിൻ്റെ വിഡ്ത്തും തിക്നെസ്സും ആണ് തന്നിരിക്കുന്നത്. സോ 120 by 8 mm അതുപോലെ തന്നെ 150 by 10 mm തിക്നെസ്സും. അങ്ങനെ രണ്ട് പ്ലേറ്റാണ് യൂസ് ചെയ്യുന്നത്. രണ്ട് ഡിഫറെൻറ്റ് വിഡ്ത്തുള്ള രണ്ട് പ്ലേറ്റ് തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യുവാണ് ടു ട്രാൻസ്മിറ്റ് എ ഫുൾ ഈക്വൽ ടു ഫുൾ സ്ട്രെങ്ത് ഓഫ് ദി സ്മോൾ പ്ലേറ്റ്. നമുക്കപ്പം ഇതിനകത്ത് തന്നിരിക്കുന്നത് ഇതിനകത്തൊരു ഡിസൈൻ ലോഡിനെ ബേസ് ചെയ്തിട്ടല്ല നമുക്ക് തന്നിരിക്കുന്നത്. ഒരു വർക്കിംഗ് ലോഡോ അല്ലെങ്കിൽ ഒരു ഡിസൈൻ ലോഡിനോ അല്ല നമ്മൾ വെൽഡ് ഡിസൈൻ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് ഫുൾ സ്ട്രെങ്ത് ഓഫ് ദി സ്മോൾ പ്ലേറ്റ് ആണ് ചെയ്യേണ്ടത്. അസ്യൂം ദ വെൽഡ് ടു ബി വർക്ക്ഷോപ്പ്. സോ അതുകൊണ്ട് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ 1.25 ആയിരിക്കും. സോ ഇപ്പോൾ ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വെൽഡ് സൈസ് ഡിറ്റർമിൻ ചെയ്യണം. നമുക്കറിയാം മിനിമം സൈസും മാക്സിമം സൈസും വെച്ചിട്ട് നമ്മളൊരു വെൽഡ് സൈസ് ആദ്യം ഫിക്സ് ചെയ്യേണ്ടിയിരിക്കുന്നു. സോ ഇതിനകത്ത് മാക്സിമം സൈസ് എന്ന് പറയുന്നത് രണ്ട് പ്ലേറ്റ് തമ്മിൽ ഇങ്ങനെയാണ് വരുന്നത്. സോ സ്ക്വയർ എഡ്ജിൽ വരുമ്പോൾ നമുക്കറിയാം മാക്സിമം സൈസ് എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ദി പ്ലേറ്റ് -1.5 ആണ്. സോ ഇതിനകത്ത് ലോവർ സൈസ് എന്ന് പറയുന്നത് 8 mm പ്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സോ 8 mm - 1.5 ഈക്വൽ ടു 6.5 ആയിരിക്കും നിങ്ങളുടെ മാക്സിമം സൈസ് ഓഫ് ദി വെൽഡ്. മിനിമം സൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടേബിൾ 21 നിങ്ങൾക്ക് മിനിമം സൈസ് ഡിറ്റർമിൻ ചെയ്യാവുന്നതാണ്. സോ ഇത് രണ്ടിനെയും ബേസ് ചെയ്തിട്ട് നമ്മൾ സൈസ് ഓഫ് ദി വെൽഡ് എന്ന് പറയുന്നത് 6 ആയിട്ട് അഡോപ്റ്റ് ചെയ്യുന്നു. 6.5 മാക്സിമം ആണ്. സോ 6 ആയിട്ട് നമ്മൾ ഫില്ലറ്റ് വെൽഡിൻ്റെ സൈസ് അഡോപ്റ്റ് ചെയ്യുന്നു. സോ അതിനായിട്ട് മുമ്പിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത് ഫുൾ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദി സ്മോളർ പ്ലേറ്റ് എന്ന് പറയുന്നത് നമ്മൾ കപ്പാസിറ്റി ബേസ്ഡ് അപ്പം ഗ്രോസ് ഈൽഡിങ്ങിൻ്റെ ഇക്വേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. AG × FY by ഗാമ M0. സോ അത് നമ്മൾ സ്മോളർ പ്ലേറ്റിൻ്റെതായിട്ട് യൂസ് ചെയ്യണം. സ്മോളർ പ്ലേറ്റിൻ്റെ അറിയാം 120 by 8 mm ആണ് അതിൻ്റെ വിഡ്ത്തും അതിൻ്റെ തിക്നെസ്സും. സോ അതാണ് നമ്മളിവിടെ AG ആയിട്ട് യൂസ് ചെയ്യുന്നത്. 120 × 8 mm മൾട്ടിപ്ലൈഡ് ബൈ FY എന്ന് പറയുന്നത് 250 ആണ്. പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ നീൽഡിംഗ് എന്ന് പറയുന്നത് 1.10 ആണ്. സോ അത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദി സ്മോളർ പ്ലേറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വാല്യൂ കിട്ടും. സോ ഈ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ വെൽഡിൻ്റെ ലെങ്ത്ത് എഫക്റ്റീവ് ലെങ്ത്ത് കണ്ടുപിടിക്കണം. ഇതിനകത്ത് ആകെ പ്രോബ്ലം എന്ന് പറയുന്നത് എഫക്റ്റീവ് ലെങ്ത്ത് കണ്ടുപിടിക്കാനാണ് ഇതിനകത്ത് പ്രോബ്ലം. സോ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദി വെൽഡ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നോട്ട് ചെയ്യാറുള്ളത് FU by √3 × എഫക്റ്റീവ് LW × റോഡ് തിക്നെസ് എന്നാണ്. സോ ആ കേസിൽ ഇവിടെ നമ്മൾ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദി വെൽഡ് എന്ന വാല്യൂ നമ്മൾ ഈ വർക്കൗട്ട് ചെയ്ത ഫുൾ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദി സ്മോളർ പ്ലേറ്റ് തന്നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 218.18 × 10³ ഈക്വൽ ടു FU by √3 എന്ന് പറയുന്നത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു LW × റോഡ് തിക്നെസ്. സോ ഈ വാല്യൂവിൽ നിന്ന് നമ്മൾ LW വർക്കൗട്ട് ചെയ്യുന്നു. ആ വർക്കൗട്ട് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് സോ ഒരു പ്ലേറ്റ് ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഒരു പ്ലേറ്റിൻ്റെ രണ്ട് സൈഡ് ഉണ്ടാവും. ഈ ഒരു സൈഡും ഉണ്ടാവും, ഇവിടെ വേറൊരു സൈഡും ഉണ്ടാവും. നിങ്ങൾ ഈ കിട്ടുന്ന ടോട്ടൽ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് രണ്ട് സൈഡിലൂടെ കൊടുക്കുന്നതായിരിക്കും. സോ ഇതിൻ്റെ നേരെ പകുതിയായിരിക്കും ഓരോ സൈഡിലും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 140 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. അതായത് LW എന്ന് പറയുന്നത് ഇതേ പ്ലസ് 2 times സൈസ് ഓഫ് ദി വെൽഡ് അസ്യൂം ചെയ്തിട്ട് ഒരു 280 ആയിട്ട് അസ്യൂം ചെയ്യുന്നു. 280യുടെ പകുതിയാണ് 140 mm എന്ന് പറയുന്നത്. അടുത്ത വെൽഡ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. A time member of a truss consisting of an angle section ISA 65 by 65 by 6 of FE 410 grade is welded to 8 mm gusset plate. Design the weld to be transmit a load equal to the full strength of the member. Assume shop welding. So ഈ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. വായിച്ചിട്ട് ഡേറ്റാസ് ആദ്യം ലിസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഇതിന് മുമ്പിട്ട് നിങ്ങൾക്കൊരു ഫിഗറിൻ്റെ ഒരു ഇത് അറിഞ്ഞിരിക്കണം. അതായത് ഇവിടെ ഒരു ഗസറ്റ് പ്ലേറ്റ് ഉണ്ട്. ആ പ്ലേറ്റിൻ്റെ ഒരു സൈഡിൽ ഒരു ആംഗിൾ സെക്ഷൻ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ആ ആംഗിൾ സെക്ഷൻ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ മെമ്പർ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ലോഡ്, അതായത് ഫുൾ സ്ട്രെങ്ത് ഓഫ് ദി മെമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. സോ അപ്പോൾ നിങ്ങൾ ആദ്യം മെമ്പറിൻ്റെ ഓരോ പ്രോപ്പർട്ടീസായിട്ട് ലിസ്റ്റ് ചെയ്യുക. ISA 65 by 65 by 6ൻ്റെ സ്റ്റീൽ ടേബിളിൽ നോക്കിയിട്ട് നിങ്ങൾ ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 744 mm² എന്ന് കിട്ടും. അതിൽ സെൻറ്റിമീറ്റർ സ്ക്വയറിലാണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് mm² ആക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നുള്ള ഡിസ്റ്റൻസ്, അതായത് നിങ്ങൾ കോഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നുള്ള ഡിസ്റ്റൻസ് കിട്ടും. അതായത് ഈ ഒരു ഇവിടെ നിന്നും അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 18.1 ആണ്. സോ ഇത്
ജസ്റ്റ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ സ്റ്റീൽ ടേബിളിൽ നിന്ന് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. വേറെ ഏതെങ്കിലും സെക്ഷൻ ആണെങ്കിൽ അതിൻ്റെ നോക്കി കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് നോട്ട് ചെയ്ത് നോക്കാം. ടെൻസൈൽ കപ്പാസിറ്റി ഓഫ് ദ മെമ്പർ എന്ന് പറയുന്നത് നമ്മൾ മുമ്പിൽ പ്രോബ്ലത്തിൽ യൂസ് ചെയ്തതുപോലെ തന്നെ ഗ്രോസ് ഈൽഡിങ്ങിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യണത്. AG എന്ന് പറയുന്നത് ഈ ഗ്രോസ് ഏരിയ യൂസ് ചെയ്യുക, FY ഡിവൈഡ് ബൈ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷൻ കപ്പാസിറ്റി കിട്ടും. സോ ഇതിനും അതുപോലെ തന്നെ നമുക്ക് വെൽഡിൻ്റെ സൈസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്ത് വെക്കാം. സോ ഈ ഒരു ആംഗിൾ സെക്ഷൻ ആകുമ്പം അതിന് 2 എൻഡ് വരും. സോ ഒരെണ്ണം പറയുന്നത് സ്ക്വയർ എഡ്ജും വരും, ഈ ഒരു പോർഷനിൽ സ്ക്വയർ എഡ്ജും വരും, അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ റൗണ്ടഡ് എൻഡും വരും. സോ അങ്ങനെ ആകുമ്പം നമുക്കറിയാം സ്ക്വയർ എഡ്ജിൽ ഇതിൻ്റെ തിക്നെസ് -1.5 ആയിരിക്കും നിങ്ങളുടെ മാക്സിമം സൈസ്. അതുപോലെ റൗണ്ടഡ് എൻഡ് വരുമ്പോൾ റൗണ്ടഡ് ടോയിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ മാക്സിമം സൈസ് എന്ന് പറയുന്നത് 3/4 ഓഫ് തിക്നെസ് ആയിരിക്കും. സോ ഇവിടെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് 1/4 T ആണ്. സോ നിങ്ങളുടെ മാക്സിമം സൈസ് ഓഫ് ദി വെൽഡ് എന്ന് പറയുന്നത് 3/4 T ആയിരിക്കും. സോ ആ 2 ബേസിസിൽ നമ്മൾ മാക്സിമം സൈസ് ഓഫ് ദി വെൽഡ് കണ്ടുപിടിക്കുന്നു. സോ മാക്സിമം സൈസ് ബേസ് സ്ക്വയർ എഡ്ജ് എന്ന് പറയുന്നത് 6 - 1.5. 6 എന്ന് പറയുന്നത് ആംഗിളിൻ്റെ തിക്നെസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 6 - 1.5 ദാറ്റ് ഈസ് 4.5 mm. അതുപോലെ മാക്സിമം സൈസ് ബേസ് റൗണ്ട് എഡ്ജ് എന്ന് പറയുന്നത് 3/4 ഓഫ് തിക്നെസ് ഓഫ് ദി ആംഗിൾ സെക്ഷൻ. സോ ഈ രണ്ടും സെയിം വാല്യൂ ആണ് കിട്ടുന്നത്. സോ നമ്മൾ വെൽഡ് സൈസ് എന്ന് പറയുന്നത് 4 mm ആയിട്ട് എടുക്കുന്നു. റോഡ് തിക്നെസ് എന്ന് പറയുന്നത് 0.7 മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 2.8. ഇതിൽ നിന്ന് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം ആണ്. അതായത് ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദി വെൽഡ് എന്ന് പറയുന്നത് 410 FU ഡിവൈഡ് ബൈ √3 γW ഇൻറ്റു LW ഇൻറ്റു റോഡ് തിക്നെസ്. ഇതിൽ നിന്ന് LW വർക്കൗട്ട് ചെയ്യുന്നു. ഇതിനകത്ത് ആകെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ആംഗിൾ സെക്ഷൻ ആകുമ്പം ആംഗിൾ സെക്ഷൻ നമ്മൾ ഓൾറെഡി കണ്ടു, ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് അൺസിമെട്രിക്കൽ ആയിരിക്കും ആംഗിൾ സെക്ഷന്. സോ നമ്മൾ ചെയ്യുന്നത് നമ്മൾ വെൽഡ് വേണമെങ്കിൽ ഒന്നെങ്കിൽ ത്രൂ ഔട്ട് കൊടുക്കാം. ത്രൂ ഔട്ട് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഈ ആംഗിൾ സെക്ഷൻ്റെ അതേ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നമ്മൾ വെൽഡിൻ്റെയും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കോയിൻസൈഡ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. സോ അതിനായിട്ടൊരു സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ വെൽഡ് കൊടുക്കുന്നതിന് നമ്മൾ ആദ്യമേ L1 L2 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ L1ഉം L2 കൂടെ ടോട്ടൽ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് LW തന്നെ കിട്ടണം. സോ L1 + L2 എന്ന് പറയുന്നത് ടോട്ടൽ LW ആയിരിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ L1 ഇൻറ്റു ഇപ്പം ഫസ്റ്റ് ഡിസ്റ്റൻസ് ഇതാണ് L1 എന്ന് കൂട്ടിയ ഇത് L2 എന്ന് കൂട്ടുക. സോ L1 + L2 എന്ന് പറയുന്നത് ടോട്ടൽ LW ആയിരിക്കും. സെക്കൻഡ് L1 ഇൻറ്റു ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 18.1 ആണ്, ഈക്വൽ ടു L2 ഇൻറ്റു ടോട്ടൽ ഡിസ്റ്റൻസ് അതായത് 65 - 18.1 ആണ് ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, 65 - 18.1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 2 വാല്യൂയും ഈക്വൽ ആയിരിക്കും. സോ ഇതിൽ നിന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്ത് L1ഉം L2ഉം കണ്ടുപിടിക്കുന്നു. സോ ഇത്രയും മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ആകെ ഡിഫറൻസ്. ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലത്തിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. ഈ പ്രോബ്ലത്തിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മളൊരു ഗസറ്റ് പ്ലേറ്റിൽ 2 സൈഡിൽ നിന്നും ആംഗിൾ കണക്ട് ചെയ്തിട്ടുണ്ട്, അതിനെ വെൽഡ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഈ ടോട്ടൽ അസംബ്ലി എന്ന് പറയുന്നത് ഒരു 350 kN ടോട്ടൽ ലോഡിന് ക്യാരി ചെയ്യണം. സോ അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് വെൽഡിൻ്റെ ലെങ്ത് ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെ ആകുമ്പോൾ ഇതിനകത്ത് ആകെയുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ഈ ടോട്ടൽ അസംബ്ലിയാണ് 350 kN ക്യാരി ചെയ്യുന്നത്. ആ 350 kN വർക്കിംഗ് ലോഡാണ്. സോ അപ്പോൾ ആദ്യം നിങ്ങളിതിനെ ഫാക്ടേർഡ് ലോഡ് ഡിസൈൻ ലോഡാക്കി മാറ്റാനായിട്ട് ഫാക്ടർ ചെയ്യുക. സോ 350 ഇൻറ്റു 1.5 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫാക്ടേർഡ് ലോഡ് കിട്ടും. സോ ആ ഫാക്ടേർഡ് ലോഡ് ഈ 2 ആംഗിളിലൂടായിരിക്കും ഷെയർ ചെയ്യുന്നത്. സോ ഇത് ഡിസൈൻ ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പം ഒരു ആംഗിൾ മാത്രം കൺസിഡർ ചെയ്യാം. സോ ഒരു ആംഗിൾ എടുക്കുമ്പോൾ ഇതിൻ്റെ നേരെ പകുതിയായിരിക്കും അതിന് ക്യാരി ചെയ്യാൻ പറ്റുന്നത്. സോ ആ ഒരു ആംഗിളിൻ്റെ വെൽഡ് നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ട് മുമ്പത്തെ പ്രോബ്ലം പോലെ ചെയ്താൽ മതി. സോ അപ്പോൾ ആ ആംഗിൾ ക്യാരി ചെയ്യുന്ന ഡിസൈൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ടോട്ടൽ വാല്യൂ ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും ചെയ്യുന്നത്. അതിൻ്റെ സൈസ് അഡോപ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ റോഡ് തിക്നെസ്സിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് L1 L2 എന്ന് പറയുന്നത് മാത്രം ഡിസൈൻ ചെയ്യുക. സോ അതായിരിക്കും നിങ്ങളുടെ 2 സൈഡിലും കൊടുക്കുന്നത്. സോ ഒരു ആംഗിൾ മാത്രം നമ്മൾ ഇങ്ങനെ ചെയ്യാറുള്ളൂ. 2 സൈഡിൽ വന്നാലും നമ്മൾ ഇതേ ഒരു പ്രോബ്ലം പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഒരു സൈഡിലത്തെ ആംഗിളിനെ ഇതിൻ്റെ ടോട്ടൽ ലോഡിൻ്റെ പകുതി എടുത്തിട്ട് ഡിസൈൻ ചെയ്യും, ആ ലെങ്ത് തന്നെ രണ്ടിടത്തും കൊടുക്കും. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ മൊഡ്യൂൾ 1 നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ്. മൊഡ്യൂൾ 1 ഇത്രയും ഡീറ്റെയിൽസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മാക്സിമം 25-28 മാർക്സ് വരെ നിങ്ങൾക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം.